സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ആക്ടറെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടായിരുന്നു. അപ്പം സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി ഏത് സമയത്താണ് അസ്കർ അലി കയറിയത്? സ്റ്റാർട്ടിങ് മുതൽ അസ്കറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എഴുതിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ആക്ടറെ കണ്ടല്ല എഴുതിയത്, കണ്ടന്റ് തന്നെ ഫോക്കസ് ചെയ്താണ് എഴുതിയത്. പിന്നെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്, പരിചയമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ പോയിട്ട് പല കഥകളിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം വിനീതേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളൊരു പുതിയ ഒരാളാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കഥകൾ വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ ഇവരെത്രത്തോളം ഇത് പുൾ ഓഫ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് അദ്ദേഹത്തിന് എന്തോ ഒരു ട്രസ്റ്റ് നമ്മോട് തോന്നി. അങ്ങനെ തിരിച്ചാണ് പറയുന്നത്. അവന് എന്നിലൊരു ട്രസ്റ്റ് കൂടെ തോന്നി, അവനൊരു കോൺഫിഡൻസ്. ഞാൻ ചോദിച്ചു, നീ കോൺഫിഡന്റ് ആണോ? പടത്തിന്റെ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണോ എന്നെ വെച്ചത് എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സന്തോഷം. കാര്യം നമ്മൾ ഇതിനു മുമ്പും സ്ക്രിപ്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അതില്ല, ആ സമയത്ത് ഈ പറഞ്ഞ നമ്മൾ ഒരു വൈബ് ഉണ്ടായി. ഫുൾ ടീമിൽ എല്ലാവരും, അല്ലെങ്കിൽ എല്ലാവരും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണല്ലോ. അങ്ങനെയാണല്ലോ ഓരോ പ്രൊജക്ടുകളും ഉണ്ടാകുന്നത്. സിനിമയെന്ന് മാത്രമല്ല, ഏതിലും ബിസിനസ്സിലാണെങ്കിലും എല്ലാം സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഇത് സംഭവം. അതെ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രസ്റ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒക്കെ പറഞ്ഞത്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഇക്കയുടെ ഭാഗം നമ്മൾ, ഇപ്പം ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. ക്യാരക്ടർ ഇതാണ്, മൂഡ് ഇതാണ്. അപ്പോൾ ഇക്ക ഓരോ ദിവസം പ്രിപ്പയർ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അത് ചെയ്യേണ്ട ചെറിയ ചെറിയ ഓൾട്രേഷൻസ് മാത്രമേ നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ആർട്ടിസ്റ്റ് ഓക്കെ പറയണമെങ്കിൽ അത് എന്താ പറയുക, നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാവണം. ആ ട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടായി എന്നുള്ള സംഭവം എന്നെ പോലത്തെ ഒരു പുതിയ ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരു കാര്യം പറഞ്ഞത്, അതായത് ഈ പ്രോജക്റ്റ് നമ്മൾ ആദ്യമേ ഞാൻ ചിത്രം സംസാരിച്ച് ഓണായെങ്കിലും സപ്പോർട്ടിങ് കാസ്റ്റ് എല്ലാം ആയി വരുമ്പോഴും ആ ലീഡ് ആര് ചെയ്യുന്നുള്ളൊരു നമ്മൾ ആ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. അസ്കർ യെസ് പറഞ്ഞപ്പോഴാണ് ടെക്നിക്കലി പ്രോജക്റ്റ് ഓൺ ആയത്. ആ ഒരു പോയിന്റിലാണ് യെസ് നമ്മളിത് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു സ്റ്റാർട്ട് ഡേറ്റ് കിട്ടിയത്. നമുക്കൊരു ഡേറ്റ് മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പൊ സിനിമ കണ്ട സമയത്ത് അത് എത്രത്തോളം ശരിയാണോ എനിക്ക് അറിയില്ല. ഇപ്പം എനിക്ക് തോന്നിയത് പല റിവ്യൂസ് ഒക്കെ പറയുന്നത് അസ്കർ പെർഫോം ചെയ്യുമ്പോൾ പക്ക ആസിഫ് എന്തൊരു പല മനസ്സികൾ വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ വരും. അപ്പം ഇത് ഏതെങ്കിലും ഒരു സീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ജീത്തു പറഞ്ഞിട്ടുണ്ടോ നമുക്കൊരു ആ ഒരു മനസ്സിൽ കയറി വരുന്നത് നമുക്കൊന്ന് മാറ്റിപ്പിക്കാവുന്ന എപ്പോഴെങ്കിലും ഏതെങ്കിലും തോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, തലവെട്ടി കറിഞ്ഞിട്ട് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. തലവെച്ചില്ല അഭിനയിക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഇനി അങ്ങനെ മാനേഴ്സ് വരുന്നതെല്ലാം ഞാൻ മാറ്റാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒറ്റ മോനാണോ വീട്ടില്? അതാണ് പുതുമുഖ സംവിധായകൻ ഇപ്പൊ മലയാള സിനിമയിൽ കണ്ടുവരുന്ന പാറ്റേണാണ്. ഇപ്പൊ പുതുമുഖ സംവിധായകരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഒരു ബഡ്ജറ്റ് ഇടും. ഇത്ര ബഡ്ജറ്റിനുള്ളിൽ തന്നെ പണം തീർക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രം ചെയ്യാവുന്ന. ഇപ്പൊ ഇതിന് അങ്ങനത്തെ ബഡ്ജറ്റ് ഇടുക, ബഡ്ജറ്റ് മുകളിൽ പോയെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. ഇവിടെ വരെ അത്രയൊക്കെ കാര്യങ്ങൾ നടക്കുന്ന കാൽക്കുലേഷൻ ഉണ്ടാവും. അത് ബ്രേക്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡ്യൂസറുടെ ഒരു കൈയുണ്ടാവും, കൈ നിൽക്കുമെന്നൊരു പേരുണ്ടാവും. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ജിത്തുവിനെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമ്മൾ സിനിമ ചെയ്യുന്ന ഉറപ്പായിരുന്നു. എന്ന്, എങ്ങനെ, എപ്പോൾ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ബഡ്ജറ്റ് ഡെഫിനറ്റ്ലി കൂടിയിട്ടുണ്ട്. അത് സിനിമ നന്നാക്കാനാണ്. നമ്മൾ എക്സ്ട്രാ ഇട്ട ബഡ്ജറ്റ് എല്ലാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്.